വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ എടുക്കുന്നത് ബികോം BBA സബ്ജക്റ്റായ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിൽ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഫസ്റ്റ് നമുക്ക് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിൽ എന്തൊക്കെയാണ് റിപ്പീറ്റ് ആയിട്ട് വന്നുള്ളതെന്ന് നോക്കാം. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് സാധാരണ 2 മാർക്കിനാണ് ചോദിക്കാറുള്ളത്. പാർട്ട് 2 തുടങ്ങാറുള്ളത്. അതിൽ റിപ്പീറ്റഡ് എന്നുള്ളതാണ് വാട്ട് ഈസ് മാൻ പവർ പ്ലാനിങ്. എന്താണ് മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നത്? വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ സെലക്ഷൻ. സെലക്ഷൻ എന്നുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഈസ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ. എന്താണ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ? വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് HR ഡിപ്പാർട്ട്മെൻറ്റ്. HR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? വാട്ട് ഡു യു മീൻ ബൈ എർഗോണോമിക്സ്. എർഗോണോമിക്സ് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് മീൻ ബൈ സക്സഷൻ പ്ലാനിങ്. സക്സഷൻ പ്ലാനിങ് എന്നാൽ എന്താണ്? വട്ട് ആർ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്നാൽ എന്താണ്? വട്ട് ഈസ് മീൻ ബൈ ഗ്രീവൻസ്. എന്താണ് ഗ്രീവൻസ്? എക്സ്പ്ലെയിൻ ദ ടേം ലിവിങ് വേജ്. ലിവിങ് വേജ് എന്ന ടേം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വട്ട് ഈസ് ബോണസ്. എന്താണ് ബോണസ്? ഡിഫൈൻ HRM. HRMനെ കുറിച്ച് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ജോബ് ഡിസ്ക്രിപ്ഷൻ. എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ? വാട്ട് ഈസ് ജോബ് എൻലാർജ്മെൻറ്റ്. എന്താണ് ജോബ് എൻലാർജ്മെൻറ്റ്? ഡിഫൈൻ റിക്രൂട്ട്മെൻറ്റ്. എന്താണ് റിക്രൂട്ട്മെൻറ്റ്? അതിനെ ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. റൈറ്റ് എനി 2 ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചുള്ള 2 ഇൻറ്റേർണൽ സോഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് IQ. IQ എന്നാൽ എന്താണ്? വാട്ട് ഈസ് ഫോർമൽ ഇൻ്റർവ്യൂ. ഫോർമൽ ഇൻ്റർവ്യൂ പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ഓൺ ദി ജോബ് ട്രെയിനിങ്. ജോബ് ട്രെയിനിങ്ങിൽ എന്താണുള്ളത്? ഡു യു നോ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്നാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമോ? അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി അടുത്തതാണ് 4 മാർക്കിന് അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. അതിലൊന്നാണ് ഡിസ്ക്രൈബ് ദ ബെനിഫിറ്റ്സ് ഓഫ് ട്രെയിനിങ് ടു ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ ട്രെയിനിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ നല്ല ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡിസ്കസ് ദ സ്റ്റെപ്സ് ഇൻ മാൻ പവർ പ്ലാനിങ്. മാൻ പവർ പ്ലാനിങ്ങിലെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഡിസ്ക്രൈബ് ദ ഫങ്ഷൻസ് ഓഫ് HRM. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ. എക്സ്പ്ലെയിൻ ദ മെത്തേഡ്സ് ഓഫ് ജോബ് ഇവാലുവേഷൻ. ജോബ് ഇവാലുവേഷൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡിസ്ക്രൈബ് ദ ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ. ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയറെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് പ്രൊമോഷൻ. വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സൗണ്ട് പ്രൊമോഷൻ പോളിസി. എന്താണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്? ഒരു നല്ല പ്രൊമോഷൻ പോളിസിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? വാട്ട് ഈസ് കരിയർ പ്ലാനിങ്. കരിയർ പ്ലാനിങ് എന്നാൽ എന്താണ്? വാട്ട് ആർ ദി സ്റ്റെപ്സ് ഇൻ കരിയർ പ്ലാനിങ്. കരിയർ പ്ലാനിങ്ങിലെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് എന്തൊക്കെയാണ്? എക്സ്പ്ലെയിൻ ജോബ് അനലൈസിസ് പ്രോസസ്. ജോബ് അനലൈസിസ് പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്യുക. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ജോബ് ഡിസൈൻ മെത്തേഡ്സ്. ജോബ് ഡിസൈൻ മെത്തേഡ്സ് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ. എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് HRM. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, എക്സ്പ്ലെയിൻ ചെയ്യാം. HRM ആൻഡ് പേഴ്സണൽ മാനേജ്മെൻറ്റ് ആർ സിമിലർ. എക്സ്പ്ലെയിൻ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റും പേഴ്സണൽ മാനേജ്മെൻറ്റും സിമിലർ ആണ്, ഒരുപോലെയാണ്, എക്സ്പ്ലെയിൻ ചെയ്യാം. വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ്. സെലക്ഷനും റിക്രൂട്ട്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്, വ്യത്യാസം എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ട്രെയിനിങ്. ട്രെയിനിങ്ങിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ഈസ് എ സെലക്ഷൻ ടെസ്റ്റ്. എന്താണ് സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്? എക്സ്പ്ലെയിൻ ദ ക്രൈറ്റീരിയ ഫോർ സെലക്ടിങ് ടെസ്റ്റ്. ടെസ്റ്റ് സെലക്ട് ചെയ്യാനുള്ള ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദി കീ ഏരിയസ് ഓഫ് ട്രെയിനിങ് ആക്ടിവിറ്റി. ട്രെയിനിങ് ആക്ടിവിറ്റിയിലെ കീ ഏരിയസ് എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. 4 മാർക്കിനാണ് സാധാരണ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. ഇപ്പോൾ COVID-19 സിറ്റുവേഷൻ ആയതുകൊണ്ട് മാത്രം 4 മാർക്കല്ല, സീലിംഗ് വെച്ചാണ് ഇപ്പോൾ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. പക്ഷേ COVID-19 സിറ്റുവേഷൻ കഴിഞ്ഞാൽ വീണ്ടും 4 മാർക്ക് തന്നെ ആവാനാണ് ചാൻസ്. അടുത്തതാണ് പാർട്ട് D. ലോങ് എസ്സേ ക്വസ്റ്റ്യൻസിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. 15 മാർക്കിനാണ് ഇതുണ്ടാവുക. എക്സ്പ്ലെയിൻ ദ മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് വിത്ത് ദിയർ ബെനിഫിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ്. ട്രെയിനിങ്ങിൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ലിമിറ്റേഷൻ എന്തൊക്കെയാണ്. ഡിസ്കസ് ദ വേരിയസ് പെർഫോമൻസ് അപ്രൈസൽ മെത്തേഡ്സ്. ഡിഫറെൻറ്റ് ടൈപ്പ് പെർഫോമൻസ് അപ്രൈസൽ മെത്തേഡ്സ് എന്തൊക്കെയാണ്. വാട്ട് ഈസ് കോമ്പൻസേഷൻ. വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കോമ്പൻസേഷൻ. എന്താണ് കോമ്പൻസേഷൻ. കോമ്പൻസേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതാണ് ചോദിച്ചിട്ടുള്ളത്. ഡിസ്കസ് ദ നേച്ചർ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി സെലക്ഷൻ. എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ സെലക്ഷൻ പ്രൊസീജിയേഴ്സ്.
എംപ്ലോയി സെലക്ഷൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ നേച്ചറും എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഒരു എംപ്ലോയിനെ സെലക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രൊസീജിയേഴ്സും അതിൻ്റെ സ്റ്റെപ്സും എന്തൊക്കെയാണെന്നും എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ റിക്രൂട്ട്മെൻറ്റ്? റിക്രൂട്ട്മെൻറ്റ് എന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായിട്ടുള്ളത്? എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. റിക്രൂട്ട്മെൻറ്റിൻ്റെ പ്രോസസ്സ് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്താണ് ഡിഫൈൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് HRM. എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ആൻഡ് സ്കോപ്പ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. HRMനെ കുറിച്ച് ഡിഫൈൻ ചെയ്യാനും അതിൻ്റെ കൺസെപ്റ്റും സ്കോപ്പും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഇതൊക്കെയാണ് 15 മാർക്കിന് ലോങ് എസ്സേ ക്വസ്റ്റ്യൻസിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻസിൽ എന്തൊക്കെയാണ് റിപ്പീറ്റ് ആയിട്ട് എന്നുള്ളത് നോക്കാം. 1 മാർക്കിനാണ് സാധാരണ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. മാൻ പവർ പ്ലാനിംഗ് ഈസ് എ സബ് സിസ്റ്റം ഇൻ ദി ഡാഷ്. HRM focus on business needs while personal management focus on dash. HRM refers to a set of programs, functions and activities designed and carried out in order to maximize both employee and organizational dash. Employee referral is a source of dash recruitment. Major components of training include skills, education and dash. Dash is the process of choosing the most suitable persons from all the applications. Dash is rotated with the decision. Dash is related with the decision to place a selected individual in one job than other. Dash is also known as employees leasing activity. Manpower planning is a dash process. Human resource management HRM is related with management of dash. ഇതൊക്കെയാണ് വൺ വേർഡ് ക്വസ്റ്റ്യൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് വന്നുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. 1 മാർക്കിനാണ് ചോദിക്കാറ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സബ്ജക്റ്റിലെ റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്